ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു റിഫ്ന സാറ്റിക് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളെ കാണുമ്പോൾ തന്നെ നോക്ക്, ധ്രുവ ബേബിനൊക്കെ നോക്ക്. സ്വെറ്ററൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. സ്വെറ്ററും സോക്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ റാസൽ കീമയിൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും തണുപ്പുള്ള ഒരു ദിവസം ആണ് ഇന്ന്. അപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്. 10 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും എണീച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഡ്യൂട്ടിക്ക് പോയി. വിളിച്ചൊന്നുമില്ല കേട്ടോ. എണീച്ച് റെഡിയൊക്കെ ആയിട്ട് പോവാണെന്ന് പറഞ്ഞത്. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടാ. അപ്പോൾ അതേ ഞങ്ങൾ എണീച്ചപ്പോണ്ട് ഭയങ്കര തണുപ്പ്, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ബ്രഷ് ചെയ്യാനും മുഖം കഴുകാനൊക്കെ ഇങ്ങനെ തണുപ്പായിട്ടേ ഇരിക്കണം വെള്ളം. ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്, എന്നാലും തണുപ്പോണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോൾ വിൻ്റർ ആയപ്പോൾ എന്താ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു മടി ദിവസമാണ്. ഒരു മടിയൻ വ്ളോഗായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരു ലേസി മോർണിംഗ് വ്ളോഗ്. അപ്പോൾ മഴ പെയ്തുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യണ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടായിരുന്നു. ഒന്ന് നിന്നിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ. പുറത്ത് ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് ഭയങ്കര ഹെവി റെയിൻ അല്ല. എന്നിട്ട് തന്നെ എല്ലായിടത്തും വെള്ളം നിൽക്കലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റണില്ല. രാവിലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകിയതിന് ശേഷം വന്നിട്ട് ഏതെങ്കിലും ഒരു ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലിപ്പുമ്മ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഡ്രൈ ആവലും ഇങ്ങനെ വലിച്ചലൊക്കെ ഉള്ള ടൈമാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദേഗയുടെ ലിപ് ബാം ഉണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. അതിപ്പോൾ യൂസ് ചെയ്ത് ഏകദേശം കഴിയാനായിട്ടുണ്ട്. പുതിയത് വാങ്ങണം. അപ്പോൾ ഇതേ ഓൾ സെറ്റാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ റുവ ബേബിക്ക് കുറച്ച് കുട്ടി ദോശ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ എനിക്കുള്ള ദോശയും സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചട്നി ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അതിൻ്റെ പരിപാടിയിലാണ്. ഞാനപ്പോൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഒരാൾ അവിടെ കിച്ചണിൽ തന്നെ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഹൈ ചെയറിൽ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ചൂടാണല്ലോ, അപ്പോൾ ഇത്തിരി ചൂടാറിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്കുള്ള ദോശയും കൂടി ഇതേ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ റുവ ബേബിക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ പൊട്ടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ റുവാക്ക് ഒരു ദോശ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞ് പീസസ് ആയിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് കഴിച്ചോളും. പിന്നെ ഇതേ ഈ തണുപ്പത്ത് നല്ലൊരു ചൂട് ചായയും കൂടിയും വേണ്ടേ. അപ്പോൾ ഞാനിതേ ചായ ഉണ്ടാക്കണ പരിപാടിയിലാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു തണുപ്പത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം ജലദോഷം കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾ സാധാ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെയാണ് ഇരിക്കണം. അപ്പോൾ ചൂടാക്കിയിട്ടാണ് കേട്ടോ, ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് എപ്പോഴും കുടിക്കാൻ നോക്കൽ. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ബോട്ടിലും അതേപോലെ തന്നെ റുവ ബേബിയുടെ ബോട്ടിലും ഒരു മീഡിയം ചൂടുള്ള രീതിയിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം എന്നാണ്. അതുപോലും ഞാൻ കംപ്ലീറ്റ് ആക്കാറില്ല. ഞാൻ ഒരു ദിവസം ഒരു 1.5 ലിറ്റർ വരെയാണ് എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിറച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അങ്ങനെ ഒരു 2 ലിറ്റർ ബോട്ടിൽ കുടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഇനി ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞ് റൂമിൽ വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ആകെ വലിച്ചു വാരി കെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വിരിച്ചിട്ടിട്ടും സെറ്റാക്കലും അങ്ങനത്തെ പരിപാടി ഉണ്ട്.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഉച്ചക്കൽക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനായാലും മെല്ലെ ചെയ്താൽ മതി. കാരണം ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. ഈ സാറ്റർഡേ സൺഡേസിലൊക്കെ ഡ്യൂട്ടിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 o'clock ഒക്കെ ആയിട്ട് പോയിട്ട് പിന്നെ ഒരു 3 അല്ലെങ്കിൽ 4 ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ഒന്നിച്ചാണ് ഞങ്ങൾ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കലിട്ടാ. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അത് കാരണം തിരക്ക് പിടിച്ചൊന്നും ചെയ്തില്ല. അപ്പോൾ സാവധാനം നമ്മളിതാ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചിടുകയാണ്. ഇത് നോക്ക് റുവ ബേബി എന്താ ചെയ്യണമെന്ന്. ഞാൻ കഷ്ടപ്പെട്ട് വിരിച്ചിടുക, അവൾ അതൊക്കെ നശിപ്പിക്കാന്നുള്ളതാണ് അവളെ മെയിൻ പരിപാടി. അപ്പോൾ ഇത് വിരിച്ചിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൾ എന്തായാലും അതൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. അവളെ ടോയ്സ് ഒക്കെ എടുത്തിട്ട് വലിച്ചിടുകയൊക്കെ ചെയ്യൂട്ട. അപ്പോൾ ഇപ്പോൾ നോക്ക് ഞാൻ അവിടെ മടക്കി വെച്ചത് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വലിച്ചെടുക്കുകയാണ് കേട്ടോ, അതൊക്കെ കൊളാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം ഈ ഭാഗത്തേക്ക് നോക്കിയിട്ട് കാര്യമല്ല, അവൾ എന്താ വെച്ചാൽ ചെയ്യട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ശരിയാക്കണതായിരിക്കും നല്ലത്. അപ്പം ഞാൻ നോക്കണത് അവൾ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണേ. ആരെവിടെ മടക്കി വെച്ചതൊക്കെ നാശാക്കണത്? എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടിയാണ്. ഇങ്ങോട്ട് വാ മടപ്പൊന്നോ, മടപ്പൊന്നു. ഉമ്മന്റെ ബേബിയാ, ഉമ്മന്റെ ബേബി എവിടെ? ഉമ്മന്റെ സുട്ടു ബേബി എവിടെ? ഉമ്മന്റെ സാക്കട് ബേബി എവിടെടോ? കള്ള എന്താ ചെയ്യാൻ പോണ? ഞാൻ അടുത്തത് എന്താ ഒപ്പിക്കാൻ പോണ? ഓ റുവാന്റെ എന്താത്? ബേബി കളിക്കാന് ഉമ്മ കൊടുക്കണ്ട. ഹലോ, എന്താ ഇവിടെ ചെയ്തേക്കണ്? ഒറ്റക്ക് കേറി ഇരുന്നേക്കണ്ട അവളെ കാറില്. തിരിഞ്ഞിട്ടാ ഇരുന്നേക്കണെന്ന് മാത്രം. റൂ ഇങ്ങനെയാണോ കാർ ഓടിക്കുക? ഇങ്ങനെയാണോ കാർ ഓടിക്കുക? അപ്പുറത്തെ സൈഡിലല്ലേ ഇരിക്കുക? റുവാക്കൊന്നും അറിയൂലട്ടാ. റുവല്ലേ ഇപ്പൊ ബിഗ് ഗേളായി കണ്ട, ഒറ്റക്ക് കാറിലൊക്കെ കേറിയിരിക്കുക. പിന്നെ റുവ ബേബി നടക്കൂല്ലേ ഒറ്റക്ക്? റുവ ഇപ്പൊ ഒറ്റക്ക് നടക്കുകയൊക്കെ ചെയ്യൂ. റുവ റുവ ബേബിയേ, കുഞ്ഞി ബേബിയേ, വീഴണ്ടട്ടാ. വാ നടന്നിട്ട് കാണിച്ചു കൊടുത്തവർക്ക്. റുവ ബേബി നടക്കും ഒറ്റക്ക് പിടിക്കാണ്ട്. റുവ ബേബി പിടിക്കാണ്ട് നടക്കണുണ്ടേ. റുവ ബേബി പിടിക്കാണ്ട് നടക്കണുണ്ടേ. ഉമ്മാടെ അടുത്തേക്ക് വരുന്നു. ആ കണ്ടാ നടക്കണണ്ട? മടിച്ചത്ത് ഗുഡ് ഗേൾ ആണ് ട്ടാ. പിടിക്കാണ്ട് കൊറേ നടക്കണുണ്ട് ട്ടാ. ഉമ്മാടെ അടുത്തേക്ക് വന്നാ. അപ്പൊ ഇതേ റുവമോള് ദോശയും ചട്നിയൊക്കെ കഴിച്ചിട്ട് ഹൈ ചെയറിലൊക്കെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അവള് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സീറ്റില് കൊറേ എടുക്കണുണ്ടാവും. പിന്നെയാണത് പകുതിയും സീറ്റില പോവുക. അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്യലാണ് ഇനി അടുത്ത പരിപാടി. ഞാൻ വൈപ്സ് എടുത്തിട്ട് ഇങ്ങനെ തുടക്കണ്ട ചെയ്യാ ഹൈ ചെയറില്. റുവ എന്താ പണി? ബിസ്ക്കറ്റൊക്കെ എടുത്ത് വന്നിട്ട് ഒറ്റക്ക് തിന്ന നോക്ക്. റുവ ബേബിയെ, എവിടുന്ന റുവ ബേബിക്ക് ബിസ്ക്കറ്റ് കിട്ടി? കാണിച്ചാട്ടിയ മാക്ക്. ദേ അതിന്റെ ഉള്ളിൽ പോവോ? അത് ക്ലോസ് ചെയ്യ്. ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടച്ചിടണ്ടേ? അങ്ങനെ ഗുഡ് ഗേൾ. അങ്ങനെ പിന്നെ റുവ ബേബിനായിട്ട് കുറച്ച് ടൈം ഇരിക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ റുവാക്ക് റേച്ചിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വീൽസ് ഓൺ ദ ബെസ്കോ പാട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അതിലുള്ള ചില സോങ്സ് ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പൊക്കെ അതിൽ നോക്കിയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടു കഴിഞ്ഞാൽ അവൾ ഇവിടെ ഇരുന്നിട്ട് കളിക്കലുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അവൾ ഡാൻസ് ചെയ്യണതൊക്കെ നമ്മളും കൂടെ ഇരുന്നിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. Give a little clap, 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 clappy, clap, clap, clap. Open, shut them, put them in your lap, lap, lap. Creep them, crawl them, creep them, crawl them. Wide up to your chin, chin, chin. Open wide your little mouth. Put it on the wind. അപ്പോൾ കുറച്ച് ടൈമൊക്കെ അവളെ കൂടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ തണുപ്പല്ലേ, അത് കാരണം തല കഴുകി കൊടുത്തില്ല, ജസ്റ്റ് പോയിട്ട് മേലൊക്കെ കഴുകി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ട. പിന്നെ റുവാക്ക് ഇന്ന് പിരികവും കണ്ണൊക്കെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ എഴുതി കൊടുക്കലുള്ളൂ കേട്ടോ. അവൾ അങ്ങനെ നല്ല കുട്ടിയായിട്ട് കിടന്നരലൊന്നുമില്ല. അപ്പോൾ പിരികെ എഴുതാൻ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ കണ്ണെഴുതൽ ഭയങ്കര ടാസ്ക്കാണ്. അവൾക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ കണ്ണെഴുതണതൊന്നും. ഇതും മക്ക് ബേബിക്ക് ഇട്ടരാൻ വേണ്ടിട്ടാ. ബേബി ഇട്ടെന്നാ പൗഡർ ഇട്ടിട്ട് ഒറ്റക്ക് തിന്നാൻ പാടില്ല, വായിലിടാൻ പാടില്ല, മുഖത്ത് തേക്കണതല്ലേ. അമ്മ തുറക്കട്ടെ ഇറുവാക്ക് കണ്ണെഴുതാന്ന് പറയുന്നതില്ലേ ഭയങ്കര ഇഷ്ടമില്ലാത്ത സംഭവമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റുവാക്ക് ചോക്ലേറ്റ് ഉണ്ടാ, നമ്മൾക്ക് കടയിൽ പോവാ. നമ്മൾക്ക് കടയിൽ പോയിട്ട് ഞാൻ റുവാനായിട്ട് കടയിൽ പോവണ്ടാ, ഒരുങ്ങിട്ട് കടയിൽ പോയിട്ട് ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങും. കേക്കില്ലേ, കേക്ക്. റുവാക്ക് ജ്യൂസ് ഇഷ്ടമാണ്, ലിച്ചി ജ്യൂസ്. ആ ലിച്ചി ജ്യൂസ് വാങ്ങാൻ പോവാണ് ഞങ്ങള്. ഓപ്പൺ ചെയ്തേ കണ്ണ്. ഹായ്, ബേബിക്ക് ലിച്ചി ജ്യൂസ് വേണടാ, ബേബിക്ക് ലിച്ചി ജ്യൂസ് വേണടാ. ഹായ്, നമ്മുടെ പൊന്നു സുന്ദരിയായ. നമ്മുടെ പൊന്നു ബാക്കിലേക്ക് വീഴണ്ട, അവിടെ സ്ഥലമല്ല ബാക്കില്. അവിടെ നീങ്ങിരുന്നോട്ടാ. എന്തിനാ വിഷമിക്കണ? ആ കൺമശി കൊടുക്കാൻ വേണ്ടിട്ടാ പറയണ. അത് കൊടുത്തപ്പോ തുറന്നിട്ട് അതിന്റെ ഉള്ളിത്തൊക്കെ കയ്യിലാക്കി. ഓ വിഷമിക്കണ്ടട പൊന്ന. ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. റുവ ബേബി പിന്നെ കൺമശി വേണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടാ. അപ്പോൾ അങ്ങനെ ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞിയും അതേപോലെ തന്നെ ഓംലെറ്റുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇടില്ല, വെറുതെ മുട്ടയിൽ ഉപ്പിട്ടിട്ട് അത് പൊരിച്ചതാണ്. അപ്പോൾ അത് റുവ ബേബി കഴിക്കുന്നുണ്ട്. അപ്പോൾ അധികമൊന്നും കഴിച്ചില്ല, ജ്യൂസ് കുടിച്ച കാരണം വയറ് നിറഞ്ഞു തോന്നുന്നുണ്ട്, കുറച്ചേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവളെ ഊഞ്ഞാലിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ് നല്ല കുട്ടിയായിട്ട്. അപ്പം എന്നാൽ പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അടിച്ചു വാരലും കുക്കിങ്ങൊക്കെ പെൻഡിങ് ആണ്, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്ന്. ഇപ്പോൾ അങ്ങനെ മഴയും തണുപ്പും മാത്രമല്ല നല്ല കാറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡോറിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പൊടിയും അതേപോലെ ഇലയും ഒക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറും കേട്ടോ. അപ്പോൾ ഇത് അടിച്ചു വരുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല മണ്ണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഇതേ ഞാൻ അതൊക്കെ അടിച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേ കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം ഞാനിന്ന് കുക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും അതേപോലെ തന്നെ സാലഡും ആണ് കേട്ടോ. നമുക്ക് വേഗം അതിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് കാണാം.
ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറ് സെറ്റ് ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ഞാൻ എപ്പോഴും കുക്കറിലാണ് ഉണ്ടാക്കുക. അതാകുമ്പോൾ പിന്നെ ഒറ്റ വിസിൽ മതി, സംഭവം സെറ്റാണ്. പിന്നെ അതേ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. തൈര് സാലഡാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് നമ്മളെ സുർക്ക വെച്ച് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, തണുപ്പൊക്കെ അല്ലേ. പിന്നെ അതേ ചിക്കൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓൾ സെറ്റാണ്. പിന്നെ നമുക്ക് അച്ചാറും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇക്കു വന്നിട്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇക്കു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത് ഇക്കു യൂഷ്വലി വരണേക്കാട്ടി നേരം വഴുകും, അപ്പോൾ പിന്നെ എന്നോട് ഫുഡ് കഴിച്ചോ, ലേറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് ടൈം ബെഡിലൊക്കെ കിടന്ന് ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇക്കു ഓഫീസൊക്കെ കഴിഞ്ഞ് എത്തി. ഇക്കു വരുമ്പോഴേക്കൊക്കെ റുവ ബേബി എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് റുവ ബേബിനായിട്ടൊന്ന് പുറത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം കുറച്ച് ദിവസമായി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്, തണുപ്പായതുകൊണ്ട് അങ്ങനെ ഇറങ്ങലില്ല. അപ്പോൾ ഇതേ റുവ ബേബി ഇക്കു ഫുഡ് കഴിക്കണുണ്ട്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചിട്ടാ. അതിന് ശേഷമാണ് പിന്നെ ഞാൻ റുവാനായിട്ട് പുറത്തിറങ്ങിയത്. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇതേ ഇങ്ങനെയാണ്, ക്യാപ്പും പിന്നെ സ്വെറ്ററും മറ്റേ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പുറത്തിറങ്ങൽ. എന്നിട്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് തണുക്കും. അപ്പോൾ ഇതേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ റുവ ബേബിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇതേ ഇവളെ കളിപ്പിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ റുവ ബേബിനായിട്ടൊന്ന് നടക്കാം, പൂച്ചനൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇതേ അവളെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള വീട്ടുകളിലൊക്കെ പൂച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ചനെ. അപ്പോൾ അതിനെ കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. രണ്ട് ക്യാറ്റ് ഒച്ചു ഓടിപ്പോയാ. ഇഷ്ട ക്യാറ്റിന് ഇഷ്ട. ഓ അവിടെ ഒരു ക്യാറ്റിനാണ്ട് കേട്ടാ. റുവ ബേബി എവിടേക്കാ പോണ്ടേ? എവിടേക്കാ പോണ്ടേ? ക്യാറ്റ് ഉണ്ടാ? റുവ മന നോക്ക്, മന നോക്ക്, ക്യാറ്റ് ഉണ്ടാവുന്ന. അങ്ങോട്ട് പോകണ്ട അമ്മേ, അമ്മേ ക്യാറ്റ് വരും, അടുത്തേക്ക് വരും. ആ ക്യാറ്റ് ഉറങ്ങാണ്, അത് സ്ലീപ്പ് ചെയ്യാണ് റുവ. അതിനെ വിളിക്കണോക്ക്, വാ വാ പറഞ്ഞിട്ട്. അല്ല അല്ല വേണ്ട, അതിൻ്റെ അടുത്തേക്ക് പോകണ്ട, അത് കാട്ടും. വാ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാ, വാ ദീദിമാരുടെ അടുത്തേക്ക് പോവാ. ഇപ്പോൾ മഴ തണുപ്പ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർ ഏത് ടൈമും പുറത്താണ്. ഇപ്പോൾ പ്രത്യേകിച്ച് വെക്കേഷനും കൂടിയാണ് അവർക്ക്. അപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.